ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളായിട്ട് എൻ്റെ മകളുടെ വീട്ടിലാണ്. ഒരു നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം ഈ കോട്ട ഇതൊക്കെ ഇട്ടിരിക്കുന്ന ഇവിടെ നല്ല തണുപ്പും കാറ്റും മഴയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ അത്യാവശ്യം 1-2 സാധനങ്ങൾ മേടിക്കുന്നതിനായിട്ട് വന്നു. അപ്പോൾ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയിലാണ്. അടുത്താണ് വണ്ടി എടുത്തുകൊണ്ട് വന്ന ഒരു 5-6 മിനിറ്റത്തെ ഡ്രൈവിങ്. ഓക്കെ, ഇതിൻ്റെ ഇവിടുത്തെ ലോക്കൽ വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ആയിട്ട്. ഇവർ ലണ്ടനിൽ നിന്നും കുറച്ച് അകലെയായിട്ടുള്ള പ്രദേശമാണ് ഈ നോട്ടിംഗ്ഹാം എന്ന് പറയുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലം കുറച്ച് ന്യൂ ഹൗസസ്, ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനിയാണ്. അവർ ഒരു 3 വർഷമായി അവിടെ താമസമായിട്ട്. അടുത്ത് തന്നെ കടകളെല്ലാം ഉണ്ട്, സ്കൂളുണ്ട്, കുട്ടികളൊക്കെ കളിക്കാനുള്ള പാർക്കുകളുണ്ട്, നമുക്ക് ഓടുന്നതിനുള്ള ജോഗിങ് പ്ലേസ് ഉണ്ട് വലിയവർക്ക്. അത് നല്ലതാണ്. പക്ഷേ ഇപ്പം തണുപ്പ് ആയതുകൊണ്ട് എല്ലാവരും ഇൻഡോർ പരിപാടികൾ എന്നതാണ്. അപ്പം നമ്മൾ വെളിയിലൊക്കെ ഉള്ളവരൊക്കെ അറിയില്ല കാലാവസ്ഥയുടെ. ഇവിടെ 2 തരം കാലാവസ്ഥയാണ്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ചൂട്, ബാക്കി എല്ലാം മോസ്റ്റ്ലി തണുത്ത വെതറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ കാലാവസ്ഥയിൽ ഔട്ട്സൈഡിൽ ഉള്ള യാത്രകളൊക്കെ മിക്കതും എല്ലാവരും കാറിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഔട്ട്സൈഡൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പം ആ അത്യാവശ്യമുള്ള സാധനം മേടിച്ച് ഇനി മോളും വൈഫും കൂടെ വന്ന് അവർക്ക് ഉള്ള ഷോപ്പിങ്ങുകൾ വലിയ ഷോപ്പിംഗ് ഉണ്ട്. ഇതൊരു ജസ്റ്റ് വീഡിയോ പർപ്പസിന് വെളിയിലോട്ട് വന്നതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കടയുടെ കാർ പാർക്ക് ചെയ്യുന്ന വണ്ടി എടുത്തു. ഇവിടുന്നൊരു 5-6 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലെത്തും. അവിടെ എന്നിട്ട് ഞാൻ ഷോപ്പിൻ്റെ കാർ പാർക്കാണ്. അതിൽ നിന്ന് മറ്റു വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പയ്യ വണ്ടി എടുത്ത് അടുത്തൂടെ ഒരു ട്രെയിൻ ട്രാക്കും ഉണ്ട്. ചെറിയ ലോക്കൽ ട്രെയിനുകൾ പോകണം. ചിലപ്പോഴേ ഈ റോഡ് ട്രെയിൻ വരുമ്പം അടച്ച് നല്ല ക്യൂ ആയിരിക്കും. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഓടിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇവിടെ അല്ല, ഇത് വയലേറ്റ് ചെയ്താൽ അപ്പോഴേ നമുക്ക് ഫൈൻ അടിക്കും. വണ്ടി ഞാൻ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ 2 ദിവസം കൂടെ ഇവിടെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ട്രെയിനിലായിരിക്കും. അവിടെ നിന്ന് ഇത്തിരി ഉണ്ട്. നോർമലി ഡ്രൈവ് ചെയ്താണ് വരുന്നത്. പക്ഷേ വിചാരിച്ച് ട്രെയിനിൽ ആകുമ്പോഴത്തേക്ക് റിലാക്സ് ചെയ്ത് വരാം. 2-2.5 മണിക്കൂർ എടുക്കും നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തുന്നത്. 2.5 നോർമൽ ഡ്രൈവ്. പിന്നെ ട്രാഫിക് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൈം ഡിലേ വരും. വേഷങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥയുടെ തണുപ്പ് കൊണ്ടാണ് തൊപ്പിയും ഷാളും അതും ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഔട്ട്സൈഡ് ഇറങ്ങണമെങ്കിൽ